ആഗ്നേയ. ഞാൻ AMLP കിടങ്ങയം സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഇന്നിവിടെ ഒരു സയൻസ് എക്സ്പെരിമെന്റ് ആണ് ചെയ്യാൻ പോകുന്നത്. എക്സ്പെരിമെന്റിന്റെ പേര് നൃത്തം ചെയ്യുന്ന പേപ്പർ സ്നേക്ക്. അതിനാവശ്യമായ സാധനങ്ങളാണിവ: കോമ്പസ്, ലൈറ്റർ, 2 പെൻസിലും ജോയിൻ ചെയ്തത് ടാപ്പ് വെച്ചിട്ട്, പിന്നെ നടുവിൽ ഹോൾ ഇട്ട ഒരു കാർഡ്ബോർഡ്, സീസർ, ഒരു ഗ്ലാസ്സിൽ ഉപ്പ്, മെഴുകുതിരി, വൃത്താകൃതിയിലുള്ള ഒരു പേപ്പർ. അപ്പൊ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം ഉപ്പ് ഇട്ട ഗ്ലാസിന്റെ മുകളിൽ ദ്വാരമുള്ള ഈ കാർഡ്ബോർഡ് കഷ്ണം വെക്കാം. എന്നിട്ട് അതിനുള്ളിൽ നമ്മൾ ഈ പെൻസിൽ വെക്കണം. പെൻസിൽ ഇട്ടതിന് ശേഷം നമ്മൾ ഈ പേപ്പറിന് ഞാൻ ഇതുപോലെ റൗണ്ട് വരയ്ക്കുന്നുണ്ട്. ഇതുപോലെ വരച്ചെടുക്കണം. അപ്പൊ ഞാനിത് വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അപ്പൊ ഇതാ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലുള്ള ഒരു ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മുടെ മെഴുകുതിരി എടുത്ത് ഇതിന്റെ സൈഡിൽ വെക്കണം. ഇനി നമ്മുടെ പേപ്പർ ഇവിടെ ജോയിൻ ചെയ്ത് വെക്കണം. അപ്പൊ ഞാനിതിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മെഴുകുതിരിയെ കത്തിക്കാം. ഞാനിത് കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ വെക്കാം. അപ്പൊ നമ്മുടെ പേപ്പർ സ്നേക്ക് ചെറുതായിട്ട് ഇളകുന്നുണ്ട്. നമ്മുടെ പേപ്പർ സ്നേക്ക് ഡാൻസ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഇതാ നമ്മുടെ പേപ്പർ സ്നേക്ക് ഡാൻസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ പേപ്പർ സ്നേക്ക് സഞ്ചരിക്കാനുള്ള കാരണം താപസംവഹനമാണ്. താപസംവഹനം എന്ന് വെച്ചാൽ താപത്തിന്റെ സഞ്ചാരം, അഥവാ ചൂടിന്റെ സഞ്ചാരം. ഈ മെഴുകുതിരി നമ്മൾ ഇവിടെ കത്തിച്ചപ്പോൾ താപം മുകളിലേക്ക് ഉയരുകയും ഈ പേപ്പറിൽ തങ്ങി നിൽക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മുടെ പേപ്പർ സ്നേക്ക് നൃത്തം ചെയ്തത്. വാതകാവസ്ഥയിൽ തന്മാത്രകൾ വളരെ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. തണുത്ത വായുവിന് സാന്ദ്രത വളരെ അധികം കൂടുതലാണ്. ചൂടേൽക്കുമ്പോൾ വായു കുറയുകയും വായുവിന്റെ സാന്ദ്രത കുറയുകയും മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു. ഈ പേപ്പറിൽ തങ്ങി നിൽക്കുന്നു. ഇത് കാരണമാണ് നമ്മുടെ പേപ്പർ സ്നേക്ക് ഈ പ്രക്രിയ തുടരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പേപ്പർ സ്നേക്ക് നൃത്തം ചെയ്യുന്നത്. താങ്ക് യു.